ആണ്. അപ്പൊ സാറ് S1 Pro ആണോ S1 X ആണോ? നമുക്ക് Gen 2 ഉണ്ട്, Gen 3 അവൈലബിൾ ആണ്. ഏതാ ഏറ്റവും നല്ലത്? Gen 3യുടെ ബുക്കിംഗ് നമ്മൾ സാറിന് ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓട്ടം കാണുമായിരിക്കും? എനിക്കൊരു ഏറ്റവും കുറഞ്ഞ 100 കിലോമീറ്റർ കഷ്ടി. 100 കിലോമീറ്റർ ഓട്ടം ഉണ്ടല്ലേ സാർ? നമുക്ക് മൈലേജ് ഏറ്റവും കൂടുതലുള്ള വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് S1 Proയുടെ Pro Plusന്റെ 5 kW ബാറ്ററിയുടെ ആണ്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് 2,05,600 ആണ് വരുന്നത്. നമുക്ക് 320 മൈലേജ് ആണ് കമ്പനി പറയുന്നത്. അതിൽ താഴെയുള്ള വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് S1 Proയുടെ 4 kW ബാറ്ററിയുടെ ആണ് Pro Plusന്റെ. 1,79,500 ആണ് ഓൺ റോഡ്. സ്കൂട്ടർ അല്ലേ ഇത്? ഇലക്ട്രോണിക്. ഒലയുടെ. അതെ. എത്ര കിലോമീറ്റർ? സ്കൂട്ടർ ആണോ ബൈക്കാണോ? സ്കൂട്ടർ. 100 കിലോമീറ്റർ ഒക്കെ സ്കൂട്ടർ യാത്ര ചെയ്യുന്ന വലിയ പാടായിരിക്കും അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഈ സ്വിഗ്ഗിയിൽ ഓടുന്നവരും റൂട്ടിലൊക്കെ പോകുന്നവരെല്ലാം നമ്മുടെ സ്കൂട്ടറാണ് സാർ യൂസ് ചെയ്യുന്നത്. ശരി. നമുക്ക് S1 X എന്ന് പറയുന്ന വേരിയന്റും ഉണ്ട്. കുറച്ചുകൂടെ ക്യാഷിന്റെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് S1 Xലേക്ക് നോക്കാം. 100 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടികളുണ്ട്. X പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് നോർമൽ ആക്റ്റീവയുടെ കണക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. 1,31,400 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് 242. യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്ത് കാണുന്നുണ്ട് ഈ ഓലയുടെ വണ്ടി കത്തിക്കുന്നതൊക്കെ. ഇത് കണ്ടാൽ ഓടത്തില്ല, അല്ലെ ഭയങ്കര കംപ്ലൈന്റ് ആണ്, നിങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് സാറേ നേരത്തെ നമുക്ക് സർവീസിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ സ്റ്റോറിലും സർവീസ് അവൈലബിൾ അല്ലായിരുന്നു. നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അത് അല്ലായിരുന്ന സമയത്ത് അന്നേരം എടുത്ത കസ്റ്റമറുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ നഷ്ടം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ കഴിഞ്ഞാല് കമ്പനി നോക്കിക്കോളും. അവരുടെ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോ നിങ്ങളുടെ വണ്ടി എടുത്തിട്ട് ഒരു സർവീസിന് വിളിച്ചു കഴിയുമ്പോഴത്തേനും കമ്പനി നോക്കുന്ന അത് തന്നെയാ നിങ്ങളും പറയുന്നേ അല്ലേ? എന്തോരം വണ്ടി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഓലയുടെ അല്ലേ സാറേ? അത് നേരത്തെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ശരിയാണ്, സമ്മതിക്കുന്നു. നിങ്ങളുടെ കമ്പനി ഒരു സാധനം ഇറക്കുമ്പം ആൾക്കാർ അത് സ്വീകരിക്കുമ്പം അതിന്റെ കംപ്ലൈന്റ് വരുമ്പം അത് കറക്റ്റ് ആയിട്ട് കമ്പനി അത് കറക്റ്റ് നോക്കുവല്ലേ വേണ്ടേ? അവര് ഗതി കെട്ടിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയി അത് പറഞ്ഞു ഇഷ്ടം പോലെ മലയാളികൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഗതി കെട്ടിട്ട് നിങ്ങക്ക് നാണമുണ്ടോ? ഒരു കസ്റ്റമറെ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ ഓരോ പൈസക്കും വിലയുള്ളതല്ലേ? അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാൽ നിങ്ങളുടെ ഒരു വണ്ടി എടുക്കാൻ പറ്റുമോ? നമ്മൾ ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ആ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം മൊത്തം അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ പറ്റുമോ? നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ ഒരു ശകലം കുറച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ചെലവ് കുറച്ചിട്ടോ അല്ലേ സാധാരണ നമ്മൾ വണ്ടി എടുക്കുന്നേ അല്ലേ? ഹലോ. പറഞ്ഞു. ഹലോ സാർ പറഞ്ഞു. അന്നേരം ഇതുപോലെ ഗതികെട്ട് ഒരുത്തൻ വണ്ടി എടുത്തിട്ട് ഇതുപോലെ തന്നെയായിരുന്നു ഒരു ഓട്ടോ ഇറക്കിയത്. അവരെന്തോരം ആൾക്കാർ എന്തോരം വീട് പണയം വെച്ച് ഒരു ഓട്ടോ അല്ലത് മറ്റേ 4 വീലറിന്റെ ഒരു ഇതായിരുന്നു, മഹേന്ദ്രയുടെ കണ്ട ഒരു ഇതായിരുന്നു. അത് എടുത്ത് നശിച്ചു പോയ എന്തോരം പേരുണ്ട്. ഒരു സർവീസ് പോലും കിട്ടാതെ ഒരു വണ്ടി കൊണ്ടിട്ടിട്ട് 30-40 ദിവസം കഴിഞ്ഞ് സർവീസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ആ ആളുടെ വീട് എങ്ങനെ കഴിയും എന്ന് പറയുന്ന പോലെ അല്ലേ നിങ്ങളുടെ വണ്ടി? അന്നത്തെ ഇഷ്യൂ നിങ്ങൾ പരിഹരിച്ചോ? അന്ന് വണ്ടി എടുത്തവർക്ക് നിങ്ങൾ കാശ് തിരിച്ചു കൊടുത്തോ? അത് ആദ്യം കമ്പനിയോട് ചോദിര്, MD-യോട് ചോദിര് ആദ്യം. അന്ന് വണ്ടി എടുത്തിട്ട് കത്തിച്ച് കളഞ്ഞവരുടെയും മടുത്ത് കത്തിച്ച് കളഞ്ഞവരുടെയും അല്ലെ ഉപേക്ഷിച്ച് കളഞ്ഞവരുടെയും പൈസ നിങ്ങൾ തിരിച്ചു കൊടുത്തോ നിങ്ങൾ ആദ്യം ചോദിക്കണം. എന്നിട്ട് കസ്റ്റമറെ വിളിക്കണം. ഇത് നിങ്ങളെ മാത്രം ഇതൊന്നും അല്ല പറയുന്നത്. എന്നെ വേറൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചപ്പോഴാണ് ഇത് പറയുന്നത്. നിങ്ങൾ ആദ്യം കമ്പനി MD-യോട് ചോദിര്, ആ കാശെല്ലാം തിരിച്ചു കൊടുക്കാൻ പറയാം എടുത്തവരുടെ വണ്ടിയുടെ എല്ലാം. അല്ല ഇഷ്യൂ പരിഹരിച്ചെന്നും പറഞ്ഞാൽ അത്രയും നാൾ വന്നപ്പോ അവരെന്നാ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്പീരിയൻസിന് വേണ്ടി അവരുടെ പൈസ നിങ്ങൾക്ക് ചെലവാക്കി അടിച്ചല്ലേ അല്ലേ? നിങ്ങളുടെ എക്സ്പീരിയൻസിന് അവർ കഷ്ടപ്പെട്ട കാശ് നിങ്ങൾക്ക് ചെലവഴിച്ചെന്ന് അത് മേടിക്കാന്ന് പറയാ നാണക്കേടല്ലേ അത്? നിങ്ങൾ ആരാണെന്നോ കമ്പനി ഏതാണെന്നോ കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇത് ചെയ്യുന്ന മോശമാണ്.